ബിഷപ്പിന്റെ വാഹനം തകർത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസ്. മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാറിന് നേരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. ശംഷാബാദ് രൂപത സഹായ മെത്രാന്റെ വാഹനത്തിന് നേരെ ഉണ്ടായത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നാണ് സംശയം. കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മതസമുദായ നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആവശ്യം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ് പറയും. രാത്രിയാണ് മൂവാറ്റുപുഴയിൽ വെച്ച് ബിഷപ്പിന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. പുറമേക്ക് പറയുന്നത് ഒരു ലോറിക്ക് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് എന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് തന്നെയാണ് വിശദമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നത്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഈ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ശംഷാബാദ് രൂപത സഹായ മെത്രാന്റെ വാഹനത്തിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. വാഹനത്തിന്റെ ഗ്ലാസുകളടക്കം തകർക്കുകയും ചെയ്തത്. ഇത് ഇങ്ങനെ മത സാമുദായിക നേതാക്കൾക്ക് നേരെയും ബിഷപ്പുമാർക്ക് നേരെയും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് വലിയ തോതിൽ ഒരു ഭീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ്. നേരത്തെ BJPയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഷോൺ ജോർജ് ഈ ആവശ്യം ശക്തമായി തന്നെ ഉയർത്തിയിട്ടുമുണ്ട്. ബിഷപ്പിന്റെ വാഹനം തകർത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.